ഏതായാലും തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള വിലയിരുത്തലുകൾ നടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇടതു മുന്നണിയുടെ ഘടകകക്ഷികൾ ഒരു ഓരോരുത്തരായി ചെയ്യുന്നു, ഒപ്പം ഇടതു മുന്നണി ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും തോൽക്കുകയില്ല എന്ന് കരുതിയ ചില ആൾ ദയനീയമായി പരാജയപ്പെട്ടതും ഒരു വലിയ വിഷയമാണ്. ഇതിലെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ പത്തനാപുരത്ത് കെ വി ഗണേഷ് കുമാർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് CPIയുടെ അവിടുത്തെ ഒരു ജില്ലയിലെ വിലയിരുത്തലിനെ കുറിച്ചാണ്. അത് കുന്നിക്കോടായിരുന്നു അല്ലേ? കുന്നിക്കോടായിരുന്നു. അപ്പം നമ്മളിത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ എല്ലാം പറയണമല്ലോ. അപ്പം ഈ ഏറ്റവും കൂടുതൽ ജനം ശ്രദ്ധിക്കുന്നതും വാർത്താ പ്രാധാന്യമുള്ള CPMലെ വിമർശനങ്ങൾ. അതെ, അത് തന്നെ പിണറായി വിജയനും MV ഗോവിന്ദനും പിന്നെ അതാത് മേഖലകളിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള മന്ത്രിമാർക്കും എതിരെയാണെങ്കിൽ അത് കൂടുതൽ ശക്തമായിട്ട് ആഞ്ഞടിക്കും. അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ CPMന്റെ ഈ തമ്മിലടിക്കിടയിൽ CPIയുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് പുറത്തോട്ട് വരുന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ ശ്രദ്ധേയമായിട്ട് വന്നിരിക്കുന്ന ഒരെണ്ണം ഈ കുന്നിക്കോട് CPIയുടെ മണ്ഡല സമ്മേളനമാണ്. അതെ, ഈ മണ്ഡല സമ്മേളനത്തിൽ വലിയ ഒരു വിമർശനം ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു. അപ്പോൾ അത് കുന്നിക്കോട് എന്ന് പറഞ്ഞാൽ പത്തനാപുരം മണ്ഡലത്തിലാണ്. അപ്പോൾ അതിനകത്ത് ഗണേഷ് കുമാർ അങ്ങ് അർമാദിച്ചു എന്നാണ് അവർ പറയുന്നത്. ഗണേഷ് കുമാർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ്. ഗണേഷ് അർമാദിച്ച് നടക്കുകയായിരുന്നു. വിജയലഹരിയിൽ പണക്കൊഴുപ്പിൽ അങ്ങ് മേളിച്ചു. ഈ പണക്കൊഴുപ്പ് കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഗ്ലാമർ കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ വാചകവടി കൊണ്ടും ജയിച്ചു പോകും എന്നൊരു ധാരണ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി. അപ്പോൾ അവരതിന് പറഞ്ഞിരിക്കുന്നത് ഗണേഷ് കുമാർ സ്വയം തോൽപ്പിച്ചു. അതാണ് അതിൻ്റെ വാക്ക്. അത് സത്യമാണ്. കാരണം തോൽപ്പിച്ചു. ഗണേഷ് കുമാർ ചിലപ്പോൾ ജയിച്ചു പോകുമായിരുന്നു. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചോളം ഗണേഷ് കുമാർ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഗണേഷ് കുമാറിൻ്റെ അവസാന കാലത്തെ പ്രവർത്തനം. അല്ല, അതൊരു ശരിയായ രീതിയല്ല. ഒരിക്കലും ജനപ്രതിയാണെന്ന കാര്യം അദ്ദേഹം മറന്നു പോകുന്നു. അദ്ദേഹം ഞാൻ കീഴോട്ട് വീട്ടിലെ ഇളമുറ തമ്പുരാനാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും അദ്ദേഹം പെരുമാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആളുകളെടുത്തും അദ്ദേഹം സംസാരിക്കുന്നത്, ഒരു ബസ്സിലെ ഡ്രൈവർ കുപ്പിവെള്ളം അതിൽ വെച്ചിരുന്നു അയാൾ പിടികൂടുക, അതുപോലെയുള്ള കാര്യം ഇതൊക്കെ ചെയ്യാൻ പോയാൽ. നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഗണേഷ്, നല്ലൊരു പോഡ്കാസ്റ്റ്. അതെ. പക്ഷേ അതിന് വന്ന ഏറ്റവും വലിയ വിമർശനം എന്താണെന്നറിയാം? ഈ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. ഗണേഷ് കുമാറിനൊക്കെ എനിക്കൊന്നൊരു 7-8 വയസ്സിന് മൂത്തതാണ് സുരേഷ് ഗോപി. 7 അല്ല ഒരു 10 വയസ്സിന് മൂത്തതാണ്. ഈ ഗണേഷ് കുമാർ അദ്ദേഹത്തെ അവിസമയം അവൻ ഇവൻ എന്നുള്ള രീതിയിലായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു. കാരണം മോഹൻലാലിനെക്കാട്ടിൽ മൂത്ത ആളാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപി. കുറച്ചാൾ മുമ്പ് ഇതുപോലെ സമാനമായ രീതിയിൽ വേറെ നമ്മുടെ ചാനലല്ല മറ്റൊരു ചാനലിൽ ഒന്ന ഇൻ്റർവ്യൂവിൽ നടൻ സംവിധായകൻ രഞ്ജിത്ത് ഭീമൻ രഘുവിന് അവൻ ഇവൻ എന്ന് നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അതിന് വലിയ വിമർശനം വന്നത് കാരണം രഞ്ജിത്തിനേക്കാൾ ഒരുപാട് പ്രായം കൊണ്ട് മുതിർന്ന ആളാണ്. അതെ, രഞ്ജിത്ത് സിനിമയിൽ വരണ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ നായകനായ ആളാണ് ഭീമൻ രഘു. അതിനകത്തൊരു പ്രശ്നം, നമ്മുടെ ഭാഷയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇതെല്ലാം നോക്കും, എല്ലഹിയാണ്. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ അത് ഒരു ബഹുമാനക്കുറവായിട്ട് കാണും. കാരണം നമ്മുടെ ഒരു ശൈലി, ഒരു സംസ്കാരം എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് യു എന്ന് പറയില്ലേ, അതിനെ നമ്മൾ നീ എന്നോ നിങ്ങളെന്നോ താങ്കളെന്നോ അങ്ങനെന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ പക്ഷേ നമ്മൾ നീ എന്ന് പറയുന്നതും താങ്കൾ എന്ന് പറയുന്നത് തോന്നുന്നത് നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഒരു മാധ്യമപ്രവർത്തകർക്ക് ദേഷ്യപ്പെടുന്ന വിഷയം വന്നിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം നീ എന്നൊരിക്കൽ വിളിച്ചാണ് ഇവർ വലിയ വിഷയമാക്കി. അത് അദ്ദേഹം മനഃപൂർവ്വം അവരെ അധിക്ഷേപിച്ച് വിളിച്ചല്ല, അത് യു എന്നുള്ളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത രൂപത്തിൽ വന്നതായിരിക്കാം. നീ, നിങ്ങൾ, താങ്കൾ, ഭവതി എന്നൊക്കെ വിളിക്കേണ്ട. അതെ, അപ്പം അങ്ങനെയുള്ള ഒന്ന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ ഇയാൾ പറഞ്ഞു. ഇയാൾ നല്ലൊരു ഭരണാധിപനാണ് ഗണേഷ് കുമാർ. നല്ല കാര്യത്തിൽ ഭയങ്കര വിഷനുള്ള, ഭയങ്കര മുഖച്ഛായ മാറ്റി. അവിടുത്തെ ശമ്പള പ്രശ്നം പരിഹരിച്ചു, അവിടുത്തെ പെൻഷന്റെ വിഷയം പരിഹരിച്ചു. ഇതെല്ലാം ചെയ്തു പോരെങ്കിൽ KSRTCയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബസ്സുകൾ കൊണ്ടിറക്കി. അത് നവീകരണം എന്ന് പറഞ്ഞാൽ പണ്ട് കല്യാണത്തിന് KSRTC വീണ്ടും കല്യാണത്തിന് നല്ല ബസ്സുകളൊക്കെ അയക്കാൻ തുടങ്ങി. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് സർവീസ് തുടങ്ങി. അതുപോലെ നമ്മൾ സങ്കല്പിക്കാത്ത രീതിയിലുള്ള ഗംഭീര ആഡംബര ബസ്സുകൾ, വിമാനത്തിന്റെ മോഡലിൽ എന്താ പറയുന്നത്, ബസ് ഹോസ്റ്റസ്മാരെ വരെ വെച്ചിട്ട് നല്ല രസകരമായിട്ടുള്ള വണ്ടികൾ ഇറക്കാൻ തുടങ്ങി. അതായത് കാശ് എറിഞ്ഞ് കാശ് വാരുക എന്നുള്ള ഒരു നയത്തിലേക്ക് പോയി. ബസ്സുകളിൽ ബുക്കിംഗ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ ബുക്കിങ്ങും, അതുപോലെ അതിനകത്ത് GPay സംവിധാനം കൊണ്ടുവന്നും വൈഫൈ കൊണ്ടുവന്നതും യാത്രക്കാർക്ക് ആകെ ഒരു പ്രശ്നമുള്ളത് ഈ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ ബോഡിക്കകത്ത് മാത്രമാണ്. അതിനകത്ത് വലിയ ഒരു അബദ്ധം ഗണേഷ് കുമാറിന് പറ്റി. അത് ഗണേഷ് കുമാറിനാണോ അതിന് മുമ്പുള്ളതാണോ എന്നറിയില്ല. എന്തായാലും അത് തിരുത്താവായിരുന്ന അബദ്ധമായിരുന്നു. അത് അറിയാമോ? KSRTC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് യാത്ര ചെയ്തിട്ടുണ്ടോ? വായു അകത്തോട്ട് കയറില്ല, പുറത്തോട്ട് പോകത്തുമില്ല. ഇത് നമ്മളല്ലാതെ പോകുന്ന ഒരു സമയത്ത് ഒരു പകൽ വെളിച്ചത്തിൽ ശാന്തമായൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ജനലൊക്കെ തുറന്നിട്ട് ഇതിൻ്റെ ഗ്ലാസ് തുറന്നിട്ട് നമുക്ക് പോകാം. ഞാനൊരു ദിവസം ഇത് മഴയ്ക്കോടെ ഇതിനകത്ത് കുടുങ്ങിപ്പോയി. മഴ, ഈ വണ്ടിയിൽ നിറയെ ആൾ, സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞും ഇതിനകത്ത് ആളുണ്ട്.
മുഴുവൻ ഗ്ലാസ്സുകളും ഷട്ട് ഡൗൺ ചെയ്യുന്നു. മൊത്തം ചെയ്ത് കഴിയുന്നതോടെ ഇതിനകത്തൊരു ഗ്യാസ് ചേമ്പർ പോലെ ആയി. കാരണം ഇത്രയും യാത്രക്കാരാണ് ഇതിനകത്തു നിന്ന്, ഇവരുടെ ശ്വാസോച്ഛ്വാസം പുറത്തോട്ട് പോകാൻ യാതൊരു വഴിയില്ല. ഇത് ഏതൊക്കെ അസുഖമുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്കറിയാം. ഇത് വായുവിലൂടെ പടരുന്ന രോഗങ്ങളുണ്ടെങ്കിൽ ആ നിമിഷം പടരും. ഇത് തുറക്കാനും വരും. ചിലർക്കൊക്കെ സഫോക്കേഷൻ ആയിട്ട് ചിലർ തുറന്നു കഴിയുമ്പോൾ എന്താ, കനത്ത മഴയാണ്, മഴയില്ലാതെ പുറകിരിക്കുന്നു തെറി വിളിക്കും. അപ്പം അതിനകത്ത് ഇതേ ബസ്സുകൾ, സെയിം ബസ്സുകൾ നമ്മുടെ അതർ സ്റ്റേറ്റുകളിലും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ ആ ബസ്സുകൾ വാങ്ങിയത് കമ്പനി നൽകിയ ബോഡി അനുസരിച്ചല്ല. ഇത് കമ്പനി ബോഡി ചെയ്ത് തരുക. സാധാരണ നമ്മൾ ചേസിസ് മേടിച്ചിട്ട് ഷാസി വാങ്ങിച്ചിട്ട് നമ്മളിത് ഇവിടെ തന്നെ ഈ കോട്ടയത്ത് പ്രൈവറ്റ്, ഒന്നുകിൽ പാപ്പനംകോടോ മാവേലിക്കരയുള്ള റീജിയണൽ വർക്ക്ഷോപ്പ് എടപ്പാൾ, ഇവിടെ ബോഡി ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ അല്ലെങ്കിൽ കോട്ടയത്ത് കൊണ്ടോടിയുടെ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട്, പക്ഷേ ഈ ഒരു ബസ്സിന് മാത്രം കമ്പനി ബോഡി ചെയ്ത് ബസ്സായിട്ട് തന്നെ തരിക. ആ സംഭവത്തിന് അതാണ് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട്. അത് മാത്രമാണ് പുള്ളിയുടെ ഏക പഠിച്ചത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, KSRTC നല്ല ഉന്നത ശ്രേണിയിലെത്തിച്ചു. മോട്ടോർ വാഹന വകുപ്പിന് നല്ല ഗ്ലാമർ ഉണ്ട്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പത്തനാപുരം ജനപ്രതിനിധി, അതിന് അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇദ്ദേഹത്തിന് തിരിഞ്ഞു കൊത്തിയ കാര്യങ്ങൾ, ഒന്ന് KSRTCയിൽ കരാർ ഡ്രൈവറായിരുന്ന യദുവിനെ മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഈ യദുവിനെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ബ്ലാക്ക് മാർക്ക്. അദ്ദേഹം നൽകിയ വിശദീകരണം ആളുകൾ ഒരിക്കലും അല്ല, അത് നുണയായിരുന്നു, പച്ച നുണയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് ഒന്ന്. പിന്നെ വേറൊന്ന്, ഈ KSRTC ബസ്സിനകത്ത് ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം സിനിമാ ശൈലിയിൽ പിന്തുടർന്നു വന്ന് ഈ വണ്ടി തടഞ്ഞ് അയാളെ സസ്പെൻഡ് ചെയ്തു. അതും വലിയൊരു ഇതിലെല്ലാം ഉപരി ഇദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ എടുത്ത സമയത്താണ് കൊട്ടാരക്കരയിലെ കുടുംബ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ വന്ന് ഇയാളെയും ഒരു സ്ത്രീയെയും കൂടി കയ്യോടെ പിടിക്കും. ആ കയ്യോടെ പിടിച്ചത് കയ്യും കാലും പിടിച്ച് ഒതുക്കിയത് കൊണ്ട് സർക്കാരിന് നാണക്കേടുണ്ടായില്ലെങ്കിലും ഇത് പിന്നെ ഗണേഷ് കുമാറിന് വലിയ നാണക്കേടുണ്ടാക്കി. പോരായെങ്കിൽ അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം നൽകിയ വിശദീകരണം, ഞാനൊരു കാമുകനാണ്, എനിക്ക് 5000 പ്രണയങ്ങളുണ്ടെന്ന്. അദ്ദേഹം പട്ടിയെയും പൂച്ചയും മണ്ണിനെയും മനുഷ്യരെയും എല്ലാം സ്നേഹിക്കുന്നുണ്ട്, സ്ത്രീകളെ മാത്രമല്ല എന്നുള്ള രീതി. അപ്പോൾ ഇത്രയും വസ്തുതകൾ വന്നപ്പോഴേക്കും ആ മണ്ഡലത്തിൽ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ, അതാണ് ഞാൻ അവിടെ പോയതാണ്, ഞാൻ പത്തനാപുരത്ത് സർവേക്ക് പോയതാണല്ലോ. ഈ ഉമ്മൻചാണ്ടി വിഷയം അവിടെ വലിയ തോതിൽ വളരെ ശക്തമായ സ്വാധീനം അവിടെ ചെലുത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഉമ്മൻചാണ്ടിയുടെ കൂറ്റം ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ ഈ എന്താണ് ജീവിതത്തിൽ ദുരന്തത്തിന് കാരണക്കാരനായ ആൾ ഗണേശനെ വോട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ മകളും ഒക്കെ അവിടെ ഏറ്റവും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാം അല്ലയോ, മറിയാമയും മകൾ മരിയം. അപ്പൊ ഇവര് എല്ലാം കയറി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി പിന്നെ എണ്ണാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ ഇദ്ദേഹം അവിടെ NSSന്റെ കരയോഗങ്ങളെ അവിടെ തെറ്റി, NSS നേതൃത്വം തെറ്റി, അവിടെ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായി. NSSന്റെ അവിടെയുള്ള നേതാക്കളൊക്കെ തന്നെ വലിയ തോതിൽ ഇദ്ദേഹത്തിന് എതിർപ്പുമായി രംഗത്തെത്തി. NSSന്റെ സുകുമാരൻ ആരാകട്ടെ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇറങ്ങിയതുമില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ഈ പത്തനാപുരം മണ്ഡലം നഷ്ടപ്പെട്ടത്. അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ താൻ എത്ര പെണ്ണ് പിടിച്ചാലും താൻ പെണ്ണുപിടിയനാണ് എന്ന് നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു ആത്മവിശ്വാസവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും CPIയുടെ യോഗത്തിലാണ് ഇതെല്ലാം ഇങ്ങനൊരു വിമർശനം വന്നിരിക്കുന്നത്. കാരണം CPIക്ക് സ്വാധീനമുള്ള മേഖലയാണ്. രസകരമായ കാര്യം, CPIയുടെ അവലോകന യോഗം നടക്കുന്നിടത്ത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം. ബ്രാഞ്ച് സെക്രട്ടറി ആവാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ വേറെ ആളെയും കൂടെ കൊണ്ടുവരണമെന്നൊക്കെ രീതിയിൽ വളരെ. പക്ഷേ ബിനോയ് വിശ്വം ഇന്നലെ വീണ തൈക്കണ്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചായിരുന്നു. അതെന്ത് സംഭവിച്ചു എന്നറിയില്ല. അല്ല, അത് CPIക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഇടതുപക്ഷ മാർച്ചിൽ CPI പങ്കെടുത്തിരുന്നു. എന്തിനു പങ്കെടുത്തു പലരും ചോദിച്ചു. കാരണം ഇത് ഇടതുമുന്നണിയായി ഒരു ബന്ധവുമില്ല, ഈ CPM-ആയിട്ടും ബന്ധമില്ല, ആർക്കും ഒരു ബന്ധമില്ല. ഇത് വീണ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരാളിന് വേണ്ടി ഇടതുപക്ഷ മുന്നണി അംഗത്വം ഉണ്ടായാലും എന്താ, അംഗത്വം ഉണ്ടായാലും ഒരു കേന്ദ്ര ഏജൻസി ഒന്ന് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും നല്ല പോലെയുള്ള ഒരു വിമർശനമാണ് അവിടെ ഉണ്ടായത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് CPIയുടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വിമർശനമായിട്ടുണ്ടായത്. അപ്പോൾ എല്ലാ CPM-നെതിരെയുള്ള വിമർശനങ്ങൾ മാത്രമാണ് മാധ്യമസത്വങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ CPIയുടെ ഒരു മണ്ഡലം കമ്മിറ്റി മുൻ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം.